ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ വരാനിരിക്കുന്ന ചാപ്റ്റർ 1183 സ്പോയിലേഴ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് സ്പോയിലേഴ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ 1183 പേര് ഗുഡ് ഡേ മെർമെയ്ഡ്. അതെന്താണ് അങ്ങനെ ഒരു പേര് എന്ന ഒരു ഐഡിയ ഇല്ല. ഈ ചാപ്റ്ററിൽ നമുക്കൊരു കളർ സ്പ്രെഡ് കിട്ടുന്നുണ്ട്. അതായത് സ്ട്രോ ഹാറ്റ് ക്രൂ ആനകളുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മൾ കണ്ടത് സോറോ സോമേഴ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോർട്ടിൻ്റെ അങ്ങോട്ട് പോകുന്നു. അതേപോലെ തന്നെ സാഞ്ചി വെസ്റ്റേൺ വില്ലേജിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ സാഞ്ചി അങ്ങോട്ടേക്ക് എത്തി ആ സസ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ലോക്കിയും റാഗ്നറും കൂടെ ഇമുവുമായിട്ട് ചെയ്യുന്ന ഫൈറ്റ് തുടരുകയാണ്. ഇമു ഇപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, ഡോസാൻ മരിച്ചതുപോലെ തന്നെ നിക്കയും നിദോഗും മരിക്കുമെന്ന്. ഈ ഡോസാൻ ആരാണ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ചാപ്റ്റർ ഇറങ്ങിയാലേ നമുക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ബ്രൂക്കിൻ്റെ ഫ്ലാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്കിൻ്റെ ആ പഴയ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട്. 20 വയസ്സുള്ള ബ്രൂക്കും അതേപോലെ തന്നെ 7 വയസ്സുള്ള പ്രിൻസസ് ഷുറി, അതായത് ഇപ്പോഴത്തെ ഗുങ്കോ, അവർ എസ്പീരിയ കിങ്ഡത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ കിങ്ഡത്തിലെ പടത്തലവനായിരുന്നു ബ്രൂക്ക്. ഒരു ദിവസം അവിടുത്തെ രാജ്ഞിയെ ഒരു ഗാങ്സ്റ്റർ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. പക്ഷെ ബ്രൂക്ക് അവനെയും അവൻ്റെ ആ മൊത്ത സിൻഡിക്കേറ്റിനെയും ഡിഫീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എസ്പീരിയ കിങ്ഡത്തിലെ മെയിൻ ഒരാളായിരുന്നു ബ്രൂക്ക്. പക്ഷെ പുള്ളിക്കാരൻ അവിടുത്തെ രാജ്ഞിയുടെ അത്ര മെയിൻ അല്ലായിരുന്നു. ആ രാജ്ഞിയുടെ പേര് കാൻഡൽ എന്നായിരുന്നു. എസ്പീരിയ കിങ്ഡത്തിലെ ഡിഫൻസ് കോൺവോയുടെ പഴയ ലീഡറായിരുന്നു അവർ. അപ്പോൾ ഈ കാൻഡലിൻ്റെ മകളായിരുന്നിരിക്കണം ഷുരി, അതായത് രാജ്ഞിയുടെ മകളാണല്ലോ രാജകുമാരി. വേൾഡ് ഗവൺമെൻറ് ഈ എസ്പീരിയ കിങ്ഡത്തിലും എന്തെങ്കിലും ചതിപ്രയോഗമൊക്കെ നടത്തി ഗുങ്കോയെ അവിടുന്ന് കൊണ്ടുപോയതാകാനേ വഴിയുള്ളൂ. എന്തായാലും എൽബാഫ് ആർക്കിലെ കുറേ ഫ്ലാഷ് ബാക്കും പരിപാടികളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ സ്പോയിലേഴ്സ് കണ്ടിടത്തോളം ഈ ചാപ്റ്ററിലും നമ്മുടെ ലൂഫി വരുന്നില്ല. പുള്ളി ഇപ്പോഴും അവിടെ നിന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ചാപ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.